ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം, എൻ്റെ ഹസ്ബൻഡ് പോളണ്ടിലിരുന്നിട്ട് എനിക്കായിട്ടൊരു സ്നേഹ സമ്മാനം അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് കാണാം. ഇവനാണ് പുതിയ നമ്മുടെ സമ്മാനം. കണ്ടില്ലേ, പിജിയൻ്റെ എയർ ഫ്രയറാണ് കേട്ടോ. ഇത് പോളണ്ടിൽ അവിടെ ഇരുന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഇങ്ങോട്ട് ഡെലിവറി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെ, നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് കട്ട്ലേറ്റ് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അതേ നല്ല സൂപ്പറായിട്ട് നമ്മുടെ കട്ട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല ക്രഞ്ചിയാണ് കേട്ടോ. ചെറിയ ചൂടുണ്ട്, നമുക്ക് എന്തായാലും ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പിന്നെ അങ്ങോട്ട് ഞാൻ പരീക്ഷണങ്ങളായിരുന്നു. വീട്ടിൽ കുറച്ച് സോസേജ് ഉണ്ടായിരുന്നു, അത് എടുത്തു വെച്ചു ഫ്രൈ ചെയ്യാൻ. പിന്നെ നമുക്കിതിൻ്റെ സെറ്റിങ്സൊക്കെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാക്കാൻ, പിന്നീട് ഓക്കെ ആയി. നമുക്ക് പല മെനു ഇതിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെനു എടുത്തിട്ട് ചെയ്യാം. സോസേജ് അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ശരിക്ക് നമ്മൾ എണ്ണയില്ലാതെ എടുക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. മെയിനായിട്ടും ഞങ്ങളിപ്പോൾ മേടിച്ചത് ഇതുകൊണ്ടിട്ടാണ്, എണ്ണയില്ലാതെ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് ബ്രൊക്കോളിയും ക്യാരറ്റും ഒക്കെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അത് വെച്ചു. നമുക്ക് കണ്ടില്ലേ, വെജിറ്റബിൾസിൻ്റെ ആ ഒരു മെനു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹീറ്റും അതുപോലെ തന്നെ ടൈമും അത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ഹീറ്റും ടൈമും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി, വെജിറ്റബിളിൻ്റെയും ഫിഷിൻ്റെയും. എന്തായാലും സംഭവം കിടുവാണ്. ഇതിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാം, ബേക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ വളരെ തീരെ കുറവല്ലേ ഉപയോഗിക്കേണ്ടതുള്ളൂ, അതുകൊണ്ടിട്ട് നമുക്കിത് ഹെൽത്തിയുമാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഹീറ്റും കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്കിഷ്ടമുള്ള വിധത്തിൽ പാകം ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത പരീക്ഷണങ്ങൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.